ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 2 ലാസ്റ്റ് ടോപ്പിക്കാണ്, ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്രൊസീജിയറിൻ്റെ ഒരു സെയിം ഏകദേശം ഒരുപോലെ തന്നെയാണ് മാക്രോ എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ലൈൻസ് ആണ് ടു അവോയ്ഡ് റിപ്പീറ്റ് കോഡിങ്, അതായത് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കോഡിങ്. അതായത് നമുക്കിപ്പോൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊസീജിയർ കോൾ ചെയ്താൽ ആ കോൾ ചെയ്യുന്നത് എവിടെയൊക്കെയാണോ ആ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ ഒരു സെയിം സെറ്റ് ഓഫ് കോഡ് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് മാക്രോയും പറയുന്നത്. നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഡ്, നമ്മളിപ്പോൾ ഒരു കോഡ് തന്നെ 2-3 പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്ന പകരം ആ ഒരു സിമ്പിൾ സെറ്റ് ഓഫ് കോഡ് എന്താ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്താൽ നമുക്കത് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യിക്കാം. സോ നമ്മൾ വീണ്ടും കോഡ് എഴുതുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. യൂഷ്വലി മാക്രോ ഈസ് ലൈക്ക് എ പ്രൊസീജിയർ ആൻഡ് ഇറ്റ് ഡിഫൈൻഡ് ഫോർ പെർഫോമിങ് എ സ്പെസിഫിക് ഫംഗ്ഷൻ. അതായത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മാക്രോ യൂസ് ചെയ്യുന്നത്. പ്രൊസീജിയർ കോൾ കോസസ് പുഷിങ് ആൻഡ് പോപ്പിംഗ് ഓഫ് അഡ്രസ് ഇൻ ടു ദ സ്റ്റാക്ക്. നമ്മൾ പ്രൊസീജിയർ കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഡ്രസ്സൊക്കെ എന്താണ്, സ്റ്റാക്കിലേക്ക് പുഷ് അല്ലെങ്കിൽ പോപ്പ് ചെയ്യുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. മാക്രോ എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് എക്സ്പാൻസ് ദ കോഡ്. അതായത് കോഡിനൊന്ന് എക്സ്പാൻസ് ചെയ്യണം. നമുക്ക് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ മാക്രോ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ സമയത്ത് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഒരു മാക്രോ എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു മാക്രോ പ്രോഗ്രാം എങ്ങനെ, അതിൻ്റെ ഒരു ഫോർമാറ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മാക്രോ നെയിം എന്താണെന്ന് കൊടുക്കുക, പിന്നെ മാക്രോ എന്ന് പറഞ്ഞാൽ ആ ഒരു കീവേഡ് കൊടുക്കുക. ദെൻ പാരാമീറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ കൊടുക്കുക. ദെൻ ഇൻസ്ട്രക്ഷൻ സെറ്റാണ് ഇവിടെ, അതെന്തും ആവാം. നമുക്ക് ഇഷ്ടപ്പെട്ട ആ മാക്രോൻ്റെ ഉള്ളിൽ എന്ത് പ്രോഗ്രാമാണ് അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷനാണ്, പെർട്ടിക്കുലർ ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ആ മാക്രോയുടെ താഴെയിട്ട് ആ ലൈൻ ഇട്ട് കാണിച്ചില്ലേ, അവിടെ നമ്മൾ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ആ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യുക, മാക്രോ എൻഡ് ചെയ്തു എന്ന്, അവസാനിപ്പിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻഡ് എം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ മാക്രോ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാക്രോനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് മാക്രോ പ്രൊസീജിയർ ചിലപ്പോൾ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.